എല്ലാവർക്കും നമസ്കാരം. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഒരുപാട് ദിവസങ്ങളായി, ഒന്നൊന്നര ആഴ്ചയായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോസ് ഇടാത്ത കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരു ഒരാഴ്ചയോളം ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റാൻഡില്ല കേട്ടോ. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഇതിൻ്റെ പുറത്ത് ഞാൻ വെച്ചേക്കാണ് ഫോണ്. അല്ല, കയ്യിൽ പിടിക്കാൻ എനിക്ക് കൈ പിടിച്ചു പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറയുന്നു. അപ്പം അതുകൊണ്ട് ഫോൺ വീഴാതെ നോക്കണമല്ലോ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വീഴ്ച വീണു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ലേ, 2-3 ദിവസം ഇരിക്കേണ്ടി വന്നു. ഒരാളിൻ്റെ കൂടെ ഒരാളെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഇടാനോ, പിന്നെ ഫോണിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ മെമ്മറി കാർഡൊന്നും ഇല്ല. അപ്പോൾ അതിലുള്ള വീഡിയോസ് നമ്മളെ ഫോണിന് എത്ര ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണ് ഇതാവുന്നില്ല, വീഡിയോ പിടിച്ചിട്ടൊന്നും ഇതാവുന്നില്ലായിരുന്നു. പഴയ വീഡിയോസ് എല്ലാം ഇത് ഡിലീറ്റ് ചെയ്തു. എടുത്ത വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അല്ലാതെ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഇതങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ കാണിച്ചപ്പോഴാണ് പിള്ളേരും ഒക്കെ പറഞ്ഞത് ഇതായതുകൊണ്ടാണ്, മെമ്മറി കാർഡ് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കടയിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും മെമ്മറി കാർഡിനൊക്കെ 1000, പിന്നെ 1500, 2000 രൂപയൊക്കെയാണ്. അപ്പോൾ നമ്മളത് കേട്ടപ്പോൾ തന്നെ പതുക്കെ വലിഞ്ഞു. കടയിൽ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി. നമുക്കതൊക്കെ പറ്റുമോ? പെട്ടെന്നൊക്കെ നമുക്കതൊന്നും മേടിക്കാൻ പറ്റൂല, എത്ര വിലയുടെയൊക്കെ. നമ്മൾ 3-4 ദിവസം കിട്ടും ജോലി ചെയ്തെങ്കിലേ അതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഞാൻ പോകാമെന്ന് വിചാരിച്ചു, ഞാൻ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് ഞാൻ കൊച്ചുങ്ങളോടൊക്കെ ചോദിച്ചു. പറഞ്ഞു മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു, അത് വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയായാലും അത്രയും വിലയുടെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത്, പിന്നെ ഇത്ര വിലയുടെയൊക്കെ ഉണ്ട്. അവർ ആ കടയിൽ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ഇത്രയും വിലയാണ് പറഞ്ഞത്. 2000, 1500 ആ വിലയൊക്കെയാണ് പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞ്, എന്താണ്, ഫോണിന് മെമ്മറി കാർഡ് അത്രയൊന്നും ഇല്ല. അപ്പം ഞാൻ വേറൊരു കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ 300-ൻ്റെയും 500-ൻ്റെയും പല റേറ്റിൻ്റെയും ഉണ്ട്. അപ്പം ഞാൻ 300-ൻ്റെ എന്തായാലും വാങ്ങിച്ചില്ല. അപ്പോൾ ആ കടക്കാരന് ചെറുക്കനും പറഞ്ഞു 300-ൻ്റെ മേടിച്ചാലും കൂടുതൽ ഉപയോഗമില്ല എന്നിട്ട്. അപ്പം പിന്നെ ഞാൻ 500-ൻ്റെ മേടിച്ചു. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഫോണിൽ. അതിട്ടിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. ഒരുപാട് വീഡിയോസൊക്കെ നല്ലതൊക്കെ എടുത്ത് കേട്ടോ, അതെല്ലാം ഡിലീറ്റ് ചെയ്തേണ്ടി വന്നു എനിക്ക്. അപ്പം അങ്ങനെ അതൊക്കെ അങ്ങനെ പോട്ടെ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ കുറേ ദിവസം, 2-3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ എടുത്തേക്കണം. എല്ലാം ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ, ഒത്തിരിയൊന്നും ഇല്ല, കുറച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ അല്ലേ, അവിടെ ചെന്ന് നമുക്ക് വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്തൊക്കെ ഇച്ചിരിയും പിടിച്ചതാണ് അങ്ങനെ. അപ്പോൾ അത് എനിക്ക് എല്ലാവരോടും ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എല്ലാവരും അവനവൻ്റെ ആരോഗ്യം പരമാവധി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ആഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത്, പുറത്തുനിന്നുള്ള ആഹാരം നമ്മൾ ഒഴിവാക്കണം. ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ തീവ്രത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ നമുക്കും അത്ര ഇതില്ല, പക്ഷേ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആയുസ്സുടെ വാതിക്കലായാലും ഒരു ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ എന്തോരം രോഗികളാണ്, ഏതൊക്കെ രോഗങ്ങളുള്ളവർ. അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. എപ്പോഴും കാണുന്നതാണ്, എല്ലാവർക്കും ഇതൊക്കെ അറിയുന്നതുമാണ്. ഞാൻ പറയുന്നതല്ലല്ലോ, എല്ലാവർക്കും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ളവരല്ലേ, അവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണുന്നതല്ലേ. എന്നാലും ആരും അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവനവൻ്റെ ആരോഗ്യം ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അവനവൻ്റെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, വേറെ ആരുമില്ല. നമ്മുടെ ആരോഗ്യം നമ്മൾ മാത്രമാണ് സൂക്ഷിക്കേണ്ടത്. നമ്മളെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം പരമാവധി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഒരു രോഗികളുടെ മാതാപിതാക്കളായാലും അവരവരുടെ വേണ്ടപ്പെട്ടവരും ഉറ്റവരും ഉടവരുടെയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു അവസ്ഥയെ
ആ അവസ്ഥയൊക്കെ ഒന്ന് കാണണം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നമ്മൾ കാണണം. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു അസുഖമായിട്ടല്ല പോയത്, ഞാൻ പറഞ്ഞില്ലേ, അത് നോക്കാനായിട്ട് പോയതാണ്. നമുക്കും അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പോയി കഷ്ടപ്പെട്ടെങ്കിലല്ല 10 പൈസ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ നമ്മളെങ്ങനെയും ഇരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. പ്രഷർ, കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്യും. നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മൾ ജോലി ചെയ്യും. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥന ഉണ്ട്. നമുക്ക് എന്തുണ്ടെങ്കിലും ഈ ലോകത്ത് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. ആരോഗ്യമില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. നമ്മുടെ ഒരു വിരലിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയുമോ? ഇല്ലല്ലോ. അപ്പം അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ. നമ്മുടെ വിരൽ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതുപോലെയാണ് ഏതൊരു കാര്യം, നമ്മുടെ ശരീരത്തിൽ വരുന്ന ഏതൊരു അസുഖവും നമ്മൾ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എൻ്റേത് അതാണ്. നമ്മൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. അധ്വാനിക്കണമല്ലോ. അപ്പം അതിനു വേണ്ടി നമ്മൾ ആരോഗ്യം സൂക്ഷിക്കുക. എല്ലാവരും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കുക. അത് മറ്റൊരാളിൻ്റെ അല്ല, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടേത് മാത്രമാണ്. നന്നായിട്ട് സൂക്ഷിക്കുക. എൻ്റെ ചെറിയ അറിവിൽ, എനിക്ക് ഒരുപാട് അറിവുകളൊന്നുമില്ല, എന്നാലും എൻ്റെ അറിവിലുള്ള നിങ്ങൾക്ക് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് പിന്നും പറയണമെന്നൊക്കെ ഇതുണ്ട്. അതെനിക്ക് അങ്ങനെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം കുറേ കാര്യങ്ങൾ പറയുവേ. അത് മനഃപൂർവ്വം പറയുന്നതല്ല, ചിലപ്പോൾ നമ്മൾ ഓർക്കത്തില്ല. അങ്ങനെയാണ്. പിന്നെ കുഞ്ഞുനാളിലൊക്കെ മോനോടൊക്കെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു. വഴക്കല്ല, വടിയിട അവനോട് ഓരോന്ന് മോനോട് പറഞ്ഞ് അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. ഒരു പ്രാവശ്യം കുറേ കാര്യങ്ങൾ പറയും. ഇപ്പം എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഇപ്പം വീഡിയോസിലൊക്കെ പറയുന്നത് ഓർമ്മയില്ലാതെ പറഞ്ഞതാണോ എന്ന് ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോകുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഇത്രയുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഷിജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാനിന്ന് ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ജോലിയുമായിട്ടുള്ള വിഷയത്തിനാൽ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഐസിയുവിൻ്റെ വാതിക്കലാണ്. ഇപ്പം രാവിലെ ഇവിടെ 6:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ 5:30 ആയപ്പോൾ തന്നെ ഐസിയുവിൻ്റെ വാതിക്കൽ വന്നിട്ട് അപ്പം നിൽക്കുവാണ്. ഇപ്പോൾ വലിയ ആളൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ആളൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോസ് ഇതൊക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഓക്കെ, ഐസിയുവിൻ്റെ വാതിക്കൽ ഇപ്പം തന്നെ ആരുമില്ല. അവർ ഇതിനകത്ത് കിടക്കുന്നവരാരും ആരെയും വിളിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് താഴത്തെ ഏറ്റവും അടിയിലത്തെ ഫ്ലോറാണ്. നമ്മൾ കയറി വരുന്ന ഏറ്റവും അടിയിലത്തെ ഫ്ലോറാണത്. ഇത് ഏത് ഹോസ്പിറ്റലാണ്
വിളിച്ചിട്ടില്ല, രോഗികളെ കാണാനായിട്ട് തന്നെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ കുത്തിയിരുന്ന് ഇപ്പം ഇത്രയും പേരേ ഉള്ളൂ, എല്ലാവരും ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് 4 നിലയാണ് ഹോസ്പിറ്റല്, 4 നില. ഇത് ഉണ്ടാവും, ഇത് ഇന്നലെ ആരാണ്ട് വാങ്ങിച്ച് വെച്ചിട്ട് മറന്ന് വെച്ചിട്ട് പോയതാണ്. ഒരു കവറ് ബന്നാണത്. ഈ പനിയൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ ആർക്കൊണ്ട് മേടിച്ചതാണ്. അത്